അറിവിനെ സംബന്ധിച്ചാണ് പ്രാധാന്യം. എന്ത് കർമ്മത്തിനും അറിവ് വേണം. അതിനാണ് നമ്മുടെ വേദങ്ങൾ. ആ വേദങ്ങളാണെച്ചാൽ കിഴക്ക് ബ്രഹ്മാവിൻ്റെ മുഖത്ത് നിന്ന് ഋഗ്വേദവും, തെക്കാണെങ്കിൽ യജുർവേദവും, പടിഞ്ഞാറാണെച്ചാൽ സാമവേദവും, വടക്കാണെച്ചാൽ അഥർവവേദവും എന്നാണ് സങ്കല്പം. അങ്ങനെ 4 മുഖമായ ബ്രഹ്മാവ് അല്ലെങ്കിൽ ഭൂമി തന്നെ നമുക്ക് അറിവുണ്ടാക്കി തരികയാണ് ചെയ്യുന്നത്. അതിൽ അഥർവവേദത്തിൻ്റെ ഒരു ഭാഗമായ സ്ഥാപത്യവേദമാണ് ഈ വാസ്തുശാസ്ത്രം കൈകാര്യം ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഉരുത്തിരിവ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ അതിൽ ഒരു പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഋഗ്വേദം നമുക്ക് അറിവുണ്ടാക്കുക എന്നുള്ളതാണ്. നാം പഞ്ചഭൂതങ്ങളെ പറ്റി പറയും. അഗ്നി ആയാലും വായു ആയാലും അത് എന്താണ് എന്നുള്ളത് നമുക്ക് അറിവുണ്ടാവണം. എന്നാൽ മാത്രമേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. വെള്ളമാണെച്ചാൽ വെള്ളം എന്താണെന്ന് മനസ്സിലാവണം. ആ അറിവുണ്ടാക്കലാണ് നാം ഋഗ്വേദത്തിൻ്റെ പ്രധാന ചുമതല. അതിന് എല്ലാം ദൈവത്വം അല്ലെങ്കിൽ നമുക്ക് വേണ്ട ചൈതന്യം ഒരു ദൈവസങ്കല്പമായി നമുക്ക് ഉപകാരപ്രദമായത് കണക്കാക്കി അതിനെല്ലാം സ്തുതിക്കുന്ന ഒരു തത്വമാണ് ഋഗ്വേദത്തിലുള്ളത്. ആ സ്തുതികളിൽ കൂടി അതിൻ്റെ ദോഷങ്ങളും ഗുണങ്ങളും നമ്മളെ മനസ്സിലാക്കി തരുന്നു. അങ്ങനെ അറിവ് കിട്ടിയാൽ അത് പ്രയോഗിച്ച് നമ്മൾ കർമ്മം ചെയ്യുന്ന പ്രവൃത്തിയാണ് യജുർവേദം. യജുർവേദത്തിലാണെച്ചാൽ വെള്ളം ഉണ്ടെന്ന് പറഞ്ഞാൽ പോരാ, കിണർ കുത്തിയോ മറ്റോ സംഭരിക്കണം, കുടിക്കാൻ തക്കവണ്ണമാക്കണം. അതുപോലെ തന്നെ ഭക്ഷണ സാധനങ്ങളാണെച്ചാൽ നമ്മൾ ഭക്ഷണം തയ്യാറാക്കി നമുക്ക് കഴിക്കുവാൻ തക്കവണ്ണമാക്കണം. ഇങ്ങനെയുള്ള ആ പ്രക്രിയ, ആ കർമ്മത്തിനാണ് യജുർവേദത്തിൽ പ്രാധാന്യം. അത് കഴിഞ്ഞാലോ നാം ചെയ്ത കർമ്മം കൊണ്ട് ഗുണം ഉണ്ടായി, നാം ആ ഭക്ഷണം കഴിക്കും, അതുപോലെ തന്നെ വെള്ളം കുടിക്കും, ദാഹം തീരും അല്ലെങ്കിൽ വിശപ്പ് തീരും. അപ്പോൾ നമ്മൾ ചെയ്ത കർമ്മത്താലുള്ള ഒരു സംതൃപ്തിയാൽ ഉണ്ടാകുന്ന ഒരു തത്വമാണ് നമുക്ക് ഈ സാമവേദത്തിൻ്റെ ഉദ്ദേശം. ആ അനുഭൂതിയാണ് പ്രധാനം, സ്വയം കൃതാർത്ഥതയോടുകൂടിയ അനുഭൂതി. അത് കഴിഞ്ഞാലോ അവസാനത്തേതായ അഥർവവേദമാണെങ്കിൽ സൂചിപ്പിക്കുന്നത് എന്തൊക്കെ ഈ അനുഭൂതി ഉണ്ടായാലും അത് സ്വല്പ നേരത്തേക്ക് മാത്രമേ ഉള്ളൂ. വെള്ളം കുടിച്ചാൽ കുറച്ച് കഴിഞ്ഞ് ദാഹിക്കും, ഭക്ഷണം കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ വിശക്കും, സമ്പത്തുണ്ടാക്കി ആ സമ്പത്ത് വേറെ തരത്തിൽ നഷ്ടപ്പെടും, എല്ലാം നമ്മുടെ ആരോഗ്യമുണ്ടാക്കി ആരോഗ്യം നഷ്ടപ്പെടും. ആ നഷ്ടപ്പെടുന്നത് എങ്ങനെയാണോ നിലനിർത്തുവാൻ പറ്റുക എന്നുള്ളതാണ് നമ്മുടെ ഉന്നം. ആ ഉന്നമാണ് ഈ അഥർവവേദത്തിൻ്റെ പ്രാധാന്യം. അതുതന്നെയാണ് സ്ഥാപത്യവേദത്തിൻ്റെയും പ്രാധാന്യം. നമുക്ക് നഷ്ടപ്പെടുന്ന ആരോഗ്യമായാലും സമ്പത്തായാലും അത് എങ്ങനെ നമ്മൾ സംരക്ഷിക്കപ്പെടും, സൂക്ഷിക്കപ്പെടും എന്നുള്ളതിനാണ് നാം ഈ ഗൃഹം പണി എന്നുള്ളതായാലും വേണ്ടില്ല, ആരാധനാലയങ്ങൾ പണിയുകയായാലും വേണ്ടില്ല, അത് മാനസികമായും ആരോഗ്യപരമായും നിലനിർത്തുവാനുള്ള ഓരോ സംവിധാനമാണ് ഈ വേദങ്ങളിൽ കൂടി ഉള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം പ്രധാനം വേദം തന്നെ എന്ന് പറയണം. അങ്ങനെയാണ് ഇതിൽ ഒരു സൂചനയുള്ളത് ബ്രഹ്മാവിന് 4 മുഖം എന്നുള്ളത്. അപ്പോൾ ശാസ്ത്രം ആ ഭൂമിയുടെ തിരിച്ചലിനനുസരിച്ച് തെക്ക് വടക്കും കിഴക്ക് പടിഞ്ഞാറും കണക്കാക്കി ആ 4 ദിശകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ശാസ്ത്രം പുരോഗമിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് തെക്ക് വടക്കും കിഴക്ക് പടിഞ്ഞാറും വേണം. കോണുകളിൽ തിരിഞ്ഞ് ഇരിക്കാൻ പാടില്ല എന്നുള്ള ആ ശാസ്ത്ര സൂചനയാണ് നമ്മുടെ ഗൃഹങ്ങളെല്ലാം അല്ലെങ്കിൽ ആരാധനാലയങ്ങളെല്ലാം കൃത്യമായ തെക്ക് വടക്കോ കിഴക്ക് പടിഞ്ഞാറോ ദിശയിൽ പണി ചെയ്യാനുള്ള സൂചനകൾ അല്ലെങ്കിൽ ശാസ്ത്രം വാസ്തുശാസ്ത്രത്തിൽ കൂടി നിർബന്ധമാക്കിയിട്ടുള്ളത് എന്ന് പറയേണ്ടി വരും.